കാണുന്നത് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുട്ടിയാണ്. കുഞ്ഞുട്ടിക്ക് ലൈസൻസ് കിട്ടിയതിന് പ്രമാണിച്ച് ഇന്ന് രാത്രി കുഞ്ഞുട്ടിയുടെ വീട്ടിൽ നിങ്ങൾക്ക് അവിടെ കാണാം. ആ വളവ് തിരിഞ്ഞ ഉടനെ കിട്ടുന്നതാണ് കുഞ്ഞുട്ടിയുടെ വീട്. അവിടെ മനോഹരമായ ഒരു സദ്യവട്ടം ഉണ്ടായിരിക്കാമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയാണ്. അതിൽ വിഭവസമൃദ്ധമായ ചപ്പാത്തി, റൊട്ടി, പൊറോട്ട, ബിരിയാണി, ചെമ്മീൻ, പിന്നെ പോത്ത് വലത്തിയത് എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുകയാണ്. കേൾക്കാമോ? കേൾക്കാം പറഞ്ഞോളൂ. ഇതിനെ തുടർന്ന് വമ്പിച്ച കോമഡി ടൈം അവതരകനായ കുഞ്ഞുട്ടിയുടെ മികച്ച പ്രകടനവും ഉണ്ടായിരിക്കുന്നതാണ്. അൻവറിന്റെ കാരാട്ടെ പ്രകടനം. ശ്രീ അബ്ദുള്ള അദ്ദേഹത്തിന് എപ്പോഴാണ് ലൈസൻസ് കിട്ടിയത്? ലൈസൻസ് കിട്ടിയത് പൊട്ടൻ ലോട്ടറി അടിച്ച മാതിരിയാണ്. അദ്ദേഹം വണ്ടി എടുത്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് യാതൊരു വിവരവും ഇല്ല എന്ന കാര്യം ബന്ധപ്പെട്ടവർ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് ലൈസൻസ് കിട്ടിയതാണോ അല്ല അവര് കൊടുത്തതാണോ അല്ല എന്താണ് അവിടെ സംഭവിച്ചത്? വാസ്തുവിലാണോ അദ്ദേഹത്തിന് കിട്ടിയത്? ഒരിക്കലുമല്ല സുബേർ, അത് വാസ്തുവിലല്ല. അവർക്ക് ടെസ്റ്റ് കൊടുത്ത് അവർക്ക് മടുത്തു. അതാണ് അവിടെ അവർക്ക് ടെസ്റ്റ് കൊടുക്കുന്നവർക്ക് ജീവിക്കണ്ടേ. മിസ്റ്റർ അബ്ദുള്ള, അവസാനിക്കുന്നതിന് മുമ്പ് ഒരേ ഒരു ചോദ്യം. DK എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കുഞ്ഞുട്ടി ഇപ്പോൾ ആക്റ്റീവ് ആണോ അതോ അല്ലയോ എന്നാണ് അവസാന ചോദ്യം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ബംഗാളി വാരിയേഴ്സിനെ 5 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. 5 വിക്കറ്റ് പിഴുതെടുത്ത കുഞ്ഞുട്ടി തന്നെയാണ്. ഹലോ, താങ്കൾ ചോദ്യത്തിൽ നിന്ന് മാറുകയാണ്. ഞങ്ങൾ ഇവിടെ ചോദിച്ചത് DK ആണോ, DKയുടെ അപരനാമം എന്താണെന്നാണ് ഉദ്ദേശിച്ചത്. DKയുടെ അപരനാമം എന്താണെന്നുള്ളത് വ്യക്തമല്ല. പല അഭ്യൂഹങ്ങളും പ്രചരിക്കുകയാണ്. എങ്കിലും വ്യക്തമായ ഒരു ഉത്തരം ഈ MSTK-നെ DK ആയി വെട്ടിച്ചുരുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? മിസ്റ്റർ സുബേർ കേൾക്കുന്നില്ല. ഈ MSTK എന്നാണല്ലോ കുഞ്ഞുട്ടിയുടെ ആദ്യത്തെ നാമം. അത് പിന്നീട് MSTK വെട്ടിച്ചുരുക്കി DK മാത്രമാക്കിയുള്ള കാരണം എന്താണെന്ന് പറയാമോ? ഹലോ, കേൾക്കുന്നില്ലേ?